ഒരുപാട് ആശങ്കകളുടെ ഒരു ജൂൺ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് തരാനുള്ളൊരു ആലോചനയുണ്ട്. ആശങ്കകൾ എന്ന് പറയുമ്പോൾ കലങ്ങി മറിഞ്ഞ കടലിന് തുല്യമായ മനസ്സ്, പ്രതിസന്ധികളെ കൊണ്ട് നിറഞ്ഞ നമ്മുടെ മനസ്സ്, സംശയം, അവിശ്വാസങ്ങൾ, ആകുലങ്ങൾ, ആശങ്കകൾ, ഇതെല്ലാം കൊണ്ട് നിറയുന്ന ഒരു മനസ്സ് എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ, അല്ലെങ്കിൽ അടുത്തൊരു മാസത്തിലേക്ക് പുതിയൊരു മാസത്തിലേക്ക് കടക്കുമ്പോൾ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എങ്ങനെ അതിജീവിക്കും? കർത്താവ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു പ്രോമിസ് തരികയാണ് ഈ ജൂൺ മാസത്തിന്റെ ആദ്യ ദിവസത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ. ഹല്ലേലൂയ. കലങ്ങി മറിയുന്ന ഇളകി മറിഞ്ഞ പ്രശ്നങ്ങളുമായി ഇവിടെ ഉറപ്പിക്കാൻ പറ്റാത്ത, ധൈര്യപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിന് നടുവിൽ കർത്താവ് തരുന്ന ആലോചന 46-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യമാണ്. അതിൻ്റെ തുടക്കവാക്യങ്ങൾ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, 2-3 വാക്യങ്ങൾ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. സമുദ്രം കോപിച്ചാർത്തലച്ചു വരുമ്പോഴും സമാധാനത്തിന്റെ ഒരു ചെറിയ നദിയുണ്ട്, ദൈവനഗരത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദി. ദൈവം അധികാലത്തെ അതിനെ സഹായിക്കും. ദൈവം അതിന്റെ നടുവിലുണ്ട്, ദൈവം അധികാലത്തെ അതിനെ സഹായിക്കും. എന്താണ് ആ പ്രോമിസ് എന്നറിയാമോ? എത്ര വലിയ പ്രതിസന്ധിയോ സുനാമിയോ കൊടുങ്കാറ്റോ ഇരച്ചിരമ്പുന്ന ആർത്തിരമ്പുന്ന കടൽത്തിരകൾ ഉള്ളിടത്തും ദൈവത്തിന്റെ സ്വസ്ഥതയുടെ കരം നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം അതാണ് ഈ പ്രോമിസ് തരാൻ പോകുന്നത്. നിങ്ങൾ ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുമെന്ന് ചിന്തിച്ചാലും നിങ്ങളെ താങ്ങി നിർത്തുവാൻ ഒരു സ്വസ്ഥതയുള്ള ഒരു നദി, അല്ലെങ്കിൽ സ്വസ്ഥതയുള്ള ദൈവത്തിന്റെ വഴി നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാ പ്രതികൂലത്തിന് നടുവിലൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോയിരിക്കും. 23-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പാടുവാണ്, പച്ചയായ പുൽപ്പുറങ്ങളിൽ എൻ്റെ ഇടയനായ യഹോവ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നയിക്കുന്നു. ഹല്ലേലൂയ. സ്വച്ഛതയുള്ള, സ്വസ്ഥതയുള്ള ഒരു വെള്ളം, അതിലേക്ക് ഇളകി മറിഞ്ഞ അനുഭവങ്ങളല്ല, വലിയ തിരമാലകളുള്ള സ്ഥലമല്ല, പക്ഷേ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ദൈവം നടത്തും. വെള്ളങ്ങളെ ഭയപ്പെടേണ്ട, സുനാമികളെ ഭയപ്പെടേണ്ട, തിരമാലകളെ ഭയപ്പെടേണ്ട. സ്വസ്ഥത തരാൻ കഴിയുന്നവൻ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യന്മാർ വളരെ ആകുലപ്പെട്ടു. വെള്ളത്തിൽ ജീവിച്ചും വെള്ളത്തെ കൺട്രോൾ ചെയ്തും പരിചയമുള്ള, വെള്ളത്തെ അതിജീവിച്ചും പരിചയമുള്ള യേശുവിന്റെ ശിഷ്യന്മാരാണ് ആദ്യം നിലവിളിച്ച് കരയുന്നത്. ഞങ്ങൾ നശിച്ചു പോകും, ഈ വെള്ളത്തിൽ, ഈ തിരമാലയിൽ ഞങ്ങൾ നശിച്ചു പോകും. എന്നാൽ പരിചയങ്ങൾ വെച്ച് വിജയിക്കാൻ കഴിയാതിരുന്ന മേഖലയിൽ കർത്താവിന്റെ ഒരു വാക്ക്, ഹല്ലേലൂയ, എന്തിനാണ് നിങ്ങൾ സംശയിച്ചത്? നിങ്ങൾ വിശ്വസിച്ചിരുന്നാൽ നിങ്ങളെ ഒരു തിരമാലകളും മുക്കിക്കളയുകയില്ല. ഹല്ലേലൂയ. അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു സംശയിച്ചു? അതേ പ്രിയമുള്ളവരെ, എത്ര വലിയ ഓളങ്ങളുണ്ടെങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. യേശു പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. അത് നിങ്ങളിൽ നിന്ന് ആരും എടുത്തു കളയുകയില്ല. ഹല്ലേലൂയ. അതെ, കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ട്. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ കൂടെ, നിങ്ങളെ നടത്തുവാനും ആലോചന നൽകുവാനും വഴി നടത്തുവാനും കൂടെയുണ്ട്. കർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യനായി കർത്താവ് തിരഞ്ഞെടുത്ത പൗലോസ് തൻ്റെ ഒടുവിലത്തെ കപ്പൽ യാത്രയായ റോമിലേക്കുള്ള യാത്രയിൽ ദീർഘനാളുകൾ സൂര്യനെയോ ചന്ദ്രനെയോ വെളിച്ചത്തെ ഒന്നും കാണാതെ അദ്രിയക്കടലിൽ, മെഡിറ്ററേനിയൻ കടലിന്റെ ഒരു ഭാഗമായ അദ്രിയക്കടലിൽ അലയുന്ന സമയം, വലിയ തിരമാലകളും കോളും കാറ്റൊക്കെ വന്നിട്ട് ഈശാനുമൂലം വന്ന് പടകിനെ, അവരുടെ കപ്പലിനെ തകർക്കാനിരിക്കുമ്പോൾ പൗലോസ് ധൈര്യപ്പെടുകയാണ്. കാരണം ദൈവശബ്ദം അവൻ കേട്ടിട്ട് പറയുകയാണ്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ നിന്നുകൊണ്ട് എന്നോട് സംസാരിച്ചു, പൗലോസേ, നീ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കും. അതെ പ്രിയമുള്ളവരെ, എത്ര ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളുടെ നടുവിലും ദൈവം ഇറങ്ങി വരും, തന്റെ ദൂതനെ അവൻ അയക്കും.
ഹല്ലേലൂയ. ഒരു മറുകര എത്തിക്കുവാൻ, ദൈവിക വാഗ്ദത്തിലേക്ക് എത്തിക്കുവാൻ ഈ 2026 ജൂൺ മാസത്തിന്റെ ഈ 6-ാം മാസത്തിന്റെ ആദ്യ ദിവസം പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രതിസന്ധികളുടെ നടുവിലും വിശ്വാസം കുറയണ്ട, വാഗ്ദത്തിൽ എത്തിക്കുവാൻ ശക്തനായവർ കൂടെയുണ്ട്. അതിനുവേണ്ടി ദൈവം തന്റെ ദൂതനെ അയക്കും. അതിനുവേണ്ടി അവന്റെ തന്റെ ദൂതയക്കും. സ്വീകരിച്ചാൽ മതി. ഹല്ലേലൂയ. ഒരു നദിയുണ്ട്, ദൈവം അതിന്റെ മധ്യമുണ്ട്, കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. അതേ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ധൈര്യപ്പെടുത്തുവാൻ, മറുകര എത്തിക്കുവാൻ, ശക്തീകരിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കുവാൻ നമ്മോടൊപ്പമുണ്ട്. കർത്താവ് വിശ്വസിക്കുക. കർത്താവ് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ. ഈ മാസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ജൂൺ മാസം കർത്താവെ, ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെ കുലുക്കിക്കളയുവാനും നശിപ്പിച്ചു കളയാനും പുറപ്പെട്ടു വരുന്ന സകല കൊടുങ്കാറ്റുകളെയും നടുവിലൂടെ അവർ സഞ്ചരിക്കുവാൻ ഭീതി കൂടാതെ ചെങ്കടൽ വിഭാഗിച്ച് അതിലൂടെ നടത്തിയ ദൈവം ഈ ജനത്തെ നടത്തും, നിങ്ങളെ നടത്തും. ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഈ 2026 6-ാം മാസത്തിന്റെ 1-ാം തീയതി മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുടെ ഒരു മാസം, പ്രതിസന്ധിയുടെ ഒരു മാസം, എന്നാൽ അതിന്റെ നടുവിലും കർത്താവെ സമാധാനത്തെ ഒരു നദി പോലെ ഒഴുക്കി തന്നു. അതിലൂടെ ഞങ്ങളെ സ്വസ്ഥമായ കർത്താവെ വെള്ളത്തിലേക്ക് ഞങ്ങൾ നയിക്കുന്നു. സമാധാനം കർത്താവ് നിറച്ചു തരുന്നു. ഈ വചനം കേൾക്കുന്നവരിൽ സകല പ്രതിബന്ധങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, സ്വസ്ഥതയവരിൽ ഉണ്ടാകട്ടെ. കർത്താവെ, നിന്റെ മക്കളെ ഞാൻ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്കെതിരെ പിശാച് ഉണ്ടാക്കുന്ന എല്ലാ ആയുധങ്ങളും ഈ മാസം തകർന്നു പോകട്ടെ. ഇവരെക്കുറിച്ച് ദൈവം വെച്ചിരിക്കുന്ന മുഴുവൻ പദ്ധതികളും ഇവർ നിറവേറട്ടെ. മേലും ഇവരുടെ കുടുംബത്തിന്റെ മേലും ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തിക്ക് വേണ്ടി മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലെസ്ഡ് ജൂൺ.